അതിമാരകമായ യുദ്ധമാണ് വീണ്ടും വരാൻ പോകുന്നതെന്ന് സൂചന നൽകിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വീണ്ടും അടി നടക്കുകയാണ്, അത് തുടങ്ങിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലേക്ക് ആകെ തന്നെ ആക്രമണം നടത്തുന്നുണ്ട്. ഇതേ സമയത്ത് ഇസ്രയേലും ലെബനനും തമ്മിലുള്ള കരാറുകൾ കൂടി തെറ്റുന്നു. ഹിസ്ബുള്ള കരാറിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സമാധാന ചർച്ചയ്ക്കുള്ള എല്ലാ അന്തരീക്ഷവും ഒരുങ്ങിയിരുന്നതിന് വീണ്ടും തകിടം മറിയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ സാഹചര്യം പശ്ചിമേഷ്യയിലുണ്ടാവും. ആകെ ഒരു യുദ്ധത്തിന് ഇതിന് എന്ത് പരിഹാരം എന്നുള്ളതാണ് ലോകം ചിന്തിക്കുന്നത്. പക്ഷേ എങ്ങനെ അടിക്കണമെന്നാണ് അമേരിക്കയും മറുഭാഗത്ത് ഇറാനും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് വലിയ പ്രതിസന്ധിയിലേക്കല്ലേ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക? സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇതുപോലെ സീരിയസ് ആയിട്ട് തുടരുകയാണെങ്കിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മാസം, ഈ മാസം ആദ്യം ഒക്കെ പലതവണ ഇതുപോലെ വന്നെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു തിരിച്ചുപോക്കുണ്ടായിരുന്നു. അതുപോലെ വരുമെന്നാണ് പ്രതീക്ഷിക്കാൻ. കാരണം ഇത് തുടരുകയാണെങ്കിൽ അത് മുൻപൊരിക്കൽ നമ്മൾ ചർച്ച ചെയ്താണത്. ഇതൊരു ലോക സമ്പദ് വ്യവസ്ഥയ്ക്കെതിരായുള്ള യുദ്ധമായിട്ട് മാറുകയാണ്. ഏതാണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല അത്. ബേസിക്കലി അത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്കെതിരായുള്ള യുദ്ധമാണ്. കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് കൂടി ഷിപ്പുകളുടെ മൂവ്മെൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ദ ഹോൾ വേൾഡ് വിൽ ഗോ ഡ്രൈ. ഓയിലിൻ്റെ പ്രശ്നം വരും. അമേരിക്ക ചിലപ്പോൾ അത്ര ബാധിക്കില്ലായിരിക്കാം. അവർക്ക് വെനിസ്വേലയുടെ ഓയിലുണ്ട്, അവർക്ക് സ്വന്തം ഓയിലുണ്ട്, അതൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാലുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യ, ചൈന, സിംഗപ്പൂർ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ അത് വലിയ ക്ഷീണം ഉണ്ടാക്കും. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ IRGC അല്ലേ, IRGCയും ലെബനനിലെ ഹിസ്ബുള്ളയും ഇവരാരുടെയും നിയന്ത്രണത്തിൽ നിൽക്കുന്നവരല്ല. ആരെങ്കിലും സമാധാന കരാർ ഒപ്പുവെച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യം എന്നുള്ള മട്ടിലാണ് അവരുടെ പെരുമാറ്റം. ഇപ്പോൾ ഇസ്രയേൽ, ലെബനൻ, ഇറാൻ കൂടി ചേർന്ന് ഉള്ളൊരു സമാധാന തീരുമാനം ഉണ്ടായപ്പോൾ അത് ലംഘിക്കുന്ന ഹിസ്ബുള്ളയാണ്. ഇപ്പോൾ ഹിസ്ബുള്ള ലെബനിൽ നിന്ന് മിസൈൽ അയക്കുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിന് വെറുതെ ഇരിക്കാൻ കഴിയില്ല. അവരുടെ ഒരു എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അവർക്ക് തിരിച്ചടിക്കേണ്ടി വരും. ഈ തിരിച്ചടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് IRGC ഇടപെടും. അവർക്ക് ഹിസ്ബുള്ളനെ അറ്റാക്ക് ചെയ്തതിന് IRGCക്ക് വൈകാരികമായ പ്രശ്നമുണ്ട്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം മതമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് IRGC ഇതുവരെ ഇടപെടുമ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് കൂടി പോകുന്ന ഷിപ്പിനെ അറ്റാക്ക് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് US-നെ പ്രകോപിപ്പിക്കും. കാരണം GCC കൺട്രീസ്, അറേബ്യൻ ഗൾഫ് കോപ്പറേറ്റീവ് കൗൺസിൽ അംഗങ്ങളായുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കയായിട്ട് നല്ല റിലേഷൻ പുലർത്തുന്നവരാണ്. അതിൽ ഖത്തർ മാത്രമുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മാറി നിൽക്കുന്നവർ. അവർ കുറച്ച് ഈ ഇൻ്റർനാഷണൽ ടെററിസ്റ്റുകളെ ഹാർബർ ചെയ്യുന്നുണ്ട്, സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ മറ്റുള്ളവർക്കും, ഈ GCC കൺട്രീസിലെ മറ്റുള്ളവർക്കും ഇഷ്ടമല്ല. പക്ഷെ ബാക്കി രാജ്യങ്ങൾ മുഴുവൻ സമാധാനപ്രിയരായിട്ട് പോകുന്ന ആൾക്കാരാണ്. UAE, ഒമാൻ, ബഹ്റിൻ, അവർക്കൊന്നും അതല്ലാതെയുള്ള കാര്യങ്ങളിൽ അവർക്ക് താല്പര്യമില്ല. യുദ്ധം കുഴപ്പമൊക്കെ ഉണ്ടായിപ്പോകണം, സമാധാനമാണ്, ബിസിനസ് നടക്കണം, അവരുടെ ഇൻകം കൂടണം, അവരുടെ സിറ്റിസൺസിന് മര്യാദയ്ക്ക് ജീവിക്കാൻ സാധിക്കണം, അങ്ങനെ അവരുടെ ലക്ഷ്യം ഉള്ളൂ. അപ്പോൾ അവരുടെ നേരെ ആക്രമണം വരുമ്പോൾ അതും പ്രശ്നം. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഈ ആൾക്കാരെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ജനസംഖ്യയിൽ എത്ര വരും? നമ്മുടെ തന്നെ ഇന്ത്യക്കാർ തന്നെ ഏതാണ്ട് 1.5 കോടി ആൾക്കാരുണ്ട്. ചൈനക്കാരുണ്ട്, ഫിലിപ്പിനോസ് ഉണ്ട്. ജോലിക്കാരായിട്ട് പോണവരെ ഞാൻ പറയാം. ഫിലിപ്പിനോസ്, ചൈനക്കാർ, ഇന്ത്യക്കാർ, പാകിസ്ഥാൻകാർ, ബംഗ്ലാദേശികൾ, ശ്രീലങ്കക്കാർ, ഈ രാജ്യങ്ങളിലേക്ക് ഇക്കോണമിയെ കുറേ പിടിച്ചു നിർത്തുന്നത് ചൈനയ്ക്ക്. ചൈന ഞാൻ അങ്ങനെ പറയുന്നില്ല, അവർ പ്രൊഡ്യൂസിങ് കൺട്രിയാണ്, പ്രൊഡക്ഷനിലാണ്. പക്ഷേ ഫിലിപ്പീൻസ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യയിലെ കേരളം എന്ന് വെച്ചോളൂ, ബാക്കി സംസ്ഥാനങ്ങൾ അത്രതല്ല. അപ്പോൾ കേരളത്തിൻ്റെ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഗൾഫ് മണിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു ഇക്കോണമിയാണ്. അതിൻ്റെ ഫ്ലോ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ മാറിപ്പോകും. അതിൽ ഫിലിപ്പൈൻസിന് ബുദ്ധിമുട്ടുണ്ടാകും, പാകിസ്ഥാന്, ബംഗ്ലാദേശാണെന്ന് പറയാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്കേറാനുള്ള യുദ്ധമാണ്. അപ്പോൾ ഇതിലൊരു നമ്മൾ പറയില്ല, ഒരു സാനിറ്റി ഷുഡ് പ്രിവെയിൽ, എന്താ പറയുക, ഒരു വിവേകം ഉണ്ടാവണം ആൾക്കാർക്ക്.
അതിൽ അമേരിക്കയ്ക്ക് ധാരാളം റോളുണ്ട് ഇത് തീർക്കാനായിട്ട് ശ്രമിക്കാനായിട്ട്. അമേരിക്കൻ പക്ഷേ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന രൂപത്തിൽ അമേരിക്കൻ പോകുന്നത്. ട്രംപിനെ എന്ത് ചെയ്യണമെന്ന് ട്രംപിന് തന്നെ അറിയില്ല. ട്രംപിൻ്റെ പ്രശ്നം അതാണ്. ട്രംപ് ഒരു ബാലൻസ്ഡ് തീരുമാനം എടുക്കുന്ന ആളല്ല. എന്തെങ്കിലുമൊക്കെ പറയുക, എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്. പിന്നെ അവരുടെ രാജ്യത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് ഒരു പ്രസിഡൻറ്റിനെ കൊണ്ട് ഇത് ചെയ്യിക്കാനൊന്നും എളുപ്പമല്ല. പ്രസിഡൻറ്റ് ഈസ് ഓൾ പവർഫുൾ. പിന്നെ ഇംപീച്ച്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കടന്നു കൈകളാണ്, അന്നത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അമേരിക്കയാണ് ഇതിലൊരു ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യേണ്ട ആൾക്കാർ. കാരണം ഇസ്രായേലിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. അതേസമയം ഇറാനായിട്ട് അമേരിക്ക നല്ല റിലേഷൻ ഉണ്ടാക്കണം. അവർ ഇന്ന് വർഷങ്ങൾക്ക് പണ്ടുള്ള ഒരു പക്ഷേ 79 ഇസ്ലാമിക് റവല്യൂഷൻ വന്ന സമയത്ത് ഷാഹിനെ പുറത്താക്കിയ അതിൻ്റെ ഒരു പ്രതികാരം മനസ്സിൽ വെച്ചുകൊണ്ട് അമേരിക്ക ഇരിക്കാൻ പാടില്ല. കാരണം അമേരിക്കയായിട്ട് നല്ല റിലേഷൻ ഉണ്ടായിരുന്ന ഭരണകൂടമായിരുന്നു ഷായുടെ. അപ്പോൾ അത് അമേരിക്കയ്ക്ക് എത്ര വേദന ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ പേരിൽ അമേരിക്കൻ ഇറാനും തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ടെഹ്റാനിലെ അമേരിക്കൻ എംബസി ഇവർ പിടിച്ച് തടവുകാരാക്കി വെച്ച് 5-6 മാസങ്ങളോളം അടുത്ത ജോലിക്കാരെ പുറത്തു പോകാനും പറ്റാത്തൊക്കെ വല്ലാത്ത ഒരു ടെൻഷൻ ഉണ്ടാക്കിയ സംഭവമായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പകകൾ അമേരിക്കയുണ്ട്. പക്ഷേ ഈ ലോക സമാധാനത്തിൻ്റെ മുന്നിൽ നമ്മൾ രാജ്യങ്ങൾ തമ്മിലുള്ള പക നമ്മളതൊരു ഘടകമാക്കി എപ്പോഴും മുന്നിൽ സ്ഥാപിച്ച് വയ്ക്കരുത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ സംരക്ഷണത്തിനും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനും വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ പലതിലും നമ്മൾ പഴയ ഹിസ്റ്ററി ചിലപ്പോൾ പലതൊക്കെ കുറേ മറക്കേണ്ടി വരും. എന്നിട്ട് ഇറാനായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ ഇറാനും ഇസ്രായേലായിട്ടും തമ്മിലുള്ള യുദ്ധം, അവർ തമ്മിലുള്ള ശത്രുത കുറയ്ക്കാൻ ശ്രമിക്കണം. അത് അമേരിക്ക വിചാരിച്ചാൽ സാധിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ട്രംപിന് എന്തോ അൺഫോർച്ചുനേറ്റ്ലി ട്രംപിന് യുദ്ധം ചെയ്യാനായിട്ട് വലിയ താല്പര്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് സമാധാനത്തിനോട് യാതൊരു താല്പര്യമില്ല. പിന്നെ ഹിസ്ബുള്ള അതേപോലെ തന്നെ മാന്യത കാണിക്കണം. ഇപ്പോൾ ലെബനനും ഇസ്രായേലും ഇറാനും തമ്മിൽ ധാരണ ഉണ്ടാവുകയാണെങ്കിൽ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹിസ്ബുള്ള ലെബനനിൽ അവരുടെ സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടുത്തെ സർക്കാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം പോകാനായിട്ട് ഹിസ്ബുള്ള തയ്യാറാവണം. അത് തയ്യാറായില്ലെങ്കിൽ ഇതൊരു സങ്കീർണമായ പ്രശ്നമാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ മാത്രമല്ല, അത് US-ഉം ഇറാനും മാത്രമല്ല. അവിടെ ലെബനൻ കിടക്കുന്നു, ഹിസ്ബുള്ള കിടക്കുന്നു. ഇനി ആരുടെയും നിയന്ത്രണത്തിലല്ല IRGC കിടക്കണം. IRGC ആരാണ് നിയന്ത്രിക്കണമെന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിയില്ല. അത് ഈ മണ്ണിരയെ മുറിക്കും പോലെ 34 കഷ്ണങ്ങളായിട്ട് മാറുകയാണല്ലോ. അതെ, എന്നിട്ട് അവർ 34 കഷ്ണമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. ഇപ്പോൾ ഇനിയിപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗം ഉള്ളത് അമേരിക്ക കരയുദ്ധം തുടങ്ങുക എന്നുള്ളതാണ്. അതായത് IRGCയെ പൂർണ്ണമായി അവസാനിപ്പിച്ചാലേ ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു വലിയ മാരക യുദ്ധമാവും. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടും. അത് കൊല്ലപ്പെടാതിരിക്കാനാണ് അമേരിക്ക നോക്കിക്കൊണ്ടിരിക്കുന്നത് അത്രയും. അങ്ങനെ അല്ലാത്ത ഒരു സൊല്യൂഷൻ ഇതിലുണ്ടോ? ഒരു യുദ്ധത്തിലൂടെയാണ് പരിഹാരമെങ്കിൽ യുദ്ധത്തിലൂടെ ഒരു പരിഹാരം സാധ്യമല്ല. അതായത് അത്ര വലിയ വില കൊടുത്തുകൊണ്ടായിരിക്കും ഒരു പരിഹാരം ഉണ്ടാവുക. ഇപ്പോൾ ഇറാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും പറയുന്ന പോലെ എളുപ്പമല്ല. ഇപ്പോൾ ഇത്ര വലിയ റഷ്യക്ക് യുക്രൈൻ ഇല്ലാതാക്കാൻ പറ്റുമോ? ഇല്ല. കൊല്ലം 5 ആയില്ലേ പണി തുടങ്ങിയിട്ട്? അതെ, എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 5 കൊല്ലമായി ആ യുദ്ധം തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനുൾപ്പെടെ പലരും ഇതൊരാഴ്ച കൊണ്ട് ഇത് യുക്രൈനല്ലേ, ഇത് റഷ്യ, വൻ ശക്തി, ലോകത്തിലെ വൻ ശക്തികളിലൊന്ന്. അവരെടുത്ത് യുക്രൈൻ എത്താണ് പിടിച്ചു വെക്കാൻ പറ്റും. പക്ഷേ അവർക്ക് പിടിച്ചു വെക്കാൻ പറ്റാൻ നാറ്റോ രാജ്യങ്ങൾ അവർക്ക് ധാരാളം സഹായങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ദുർബലരെന്ന് നമ്മൾ വിചാരിക്കുന്ന പലരും ദുർബലരല്ല. ആരുടെയൊക്കെ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ യുദ്ധസാമഗ്രികൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ കരയുദ്ധം ഒന്നൊരു പരിഹാരമാവില്ല. എന്നാൽ കരയുദ്ധത്തിൻ്റെ കാലം കഴിഞ്ഞു. പിന്നെ എവിടെ കരയുദ്ധമുള്ളത്? പക്ഷേ ഈ സേനകളെ നേരിട്ട് തകർക്കാതെ IRGC ഇല്ലാതാക്കാതെ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകുന്ന നല്ല അർത്ഥം ഉണ്ടാകും. IRGC ഉള്ളിടത്തോളം കാര്യം US-ന് പ്രശ്നം തന്നെയാണ്. പക്ഷേ അത് കരയുദ്ധം കൊണ്ടാണ്. അമേരിക്കയിലെ ആൾക്കാർ ഒരിക്കലും അവർ സൈനികർ മരിക്കുന്നത് സന്തോഷത്തോട് സ്വീകരിക്കുന്നവരല്ല. അതിലാർക്കും സന്തോഷം ഉണ്ടാവില്ല, മരണം ദുഃഖമാണ്. പക്ഷെ അതല്ല, വീരസൈനികർ എന്നൊരു പരിവേഷം കൊടുക്കില്ല. കാരണം അവരുടെ ബോർഡർ രക്ഷിക്കാൻ വേണ്ടി അല്ലല്ലോ യുദ്ധം. അല്ല,
അല്ലേ? ഇപ്പോൾ നമ്മുടെ ബോർഡർ രക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത ആൾക്കാരെ നമുക്ക് നമ്മുടെ വീര സൈനികർ അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ എന്താ ശ്രീലങ്കയിൽ നമ്മുടെ സൈന്യം പോയില്ലേ? അതെ, IPKF പോയ ആൾക്കാർ നമ്മുടെ അതിർത്തി രക്ഷിക്കാൻ വേണ്ടി പോയല്ലോ. പക്ഷെ അവർ ബലിദാനികളാണ്, രക്തസാക്ഷികളാണെന്നുള്ള സംശയമൊന്നുമില്ല, വീര സൈനികർ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു വ്യത്യാസം വെച്ചാൽ അവർ നമ്മുടെ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി പോയവരല്ല. അതുപോലെ തന്നെ ഇതിലുണ്ട്, അവരുടെ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി അല്ലാതെ വേറെ എന്തോ ഒരു ആവശ്യം. ഇപ്പോൾ അമേരിക്കയിലെ സാധാരണ ഒരു പൗരന് ഇതിലെന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ അംഗീകാരം ട്രംപിന് കിട്ടില്ല. അതാണ് അതിൻ്റെ അതിൻ്റെ പ്രശ്നം. അത് ട്രംപ് മനസ്സിലാക്കാൻ വൈകുന്നു. ഇതിപ്പോൾ ഇനി ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഗുരുതരമാക്കാൻ? ഇന്ത്യയെ വളരെ മോശമായിട്ട് ബാധിക്കും. കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിൽ കൂടി ഓയിലും ഗ്യാസും മൂവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാവില്ലേ? അതെ, നമുക്കിപ്പോൾ ഓയിൽ റഷ്യയിൽ നമ്മൾ കൂടുതൽ മേടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 44 രാജ്യങ്ങളിൽ നിന്ന് മേടിക്കേണ്ടത്. ഞാൻ അടുത്ത ദിവസം ജേർണലിൽ വായിച്ചത് 44 രാജ്യങ്ങളിൽ നമ്മൾ ഓയിൽ വാങ്ങുന്നുണ്ട്. അപ്പോഴാണ് 44 രാജ്യങ്ങളിൽ ഇത്ര ഓയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്ന അപ്പോഴാണ്. ഓക്കെ, പക്ഷേ ഗ്യാസ് നമുക്ക് കിട്ടാൻ അത്രയധികം സോഴ്സുകളില്ല. അപ്പം അതില്ലാതെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടുകളിലും റെസ്റ്റോറൻറ്റുകളും എല്ലാം പ്രശ്നം. അതൊന്ന് ശരിയായി വരുമായിരുന്നു, ഒന്ന് ശരിയായി വരുന്നു. ഗ്യാസൊക്കെ ബുക്ക് ചെയ്താൽ കിട്ടാനൊക്കെ തുടങ്ങി വൈകാതെ. മിനിയാന്ന് തന്നെ നമ്മുടെ ഹൈ ലെവൽ മീറ്റിംഗ് ഡൽഹിയിൽ നടന്നതിൽ വില കുറയ്ക്കുന്നതിനെ പറ്റി ആലോചന ഉണ്ടായിരുന്നു. ഈ ആഴ്ച അടുത്ത ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയാണ് കുറഞ്ഞ വില. ഒരു ഘോര യുദ്ധം അല്ലെങ്കിൽ നമ്മുടെ ഷിപ്പുകൾക്ക് വരാനുള്ള സൗകര്യമുള്ള പോലെ ഉണ്ടാവും എന്ന് വേണം പ്രതീക്ഷിക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഇതിനെപ്പറ്റി വിലയിരുത്താൻ പറ്റില്ല. കാരണം ഇത് എങ്ങനെ കഴിയുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നൊരവസ്ഥയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സങ്കീർണമാണ്. ഒരു സ്റ്റേക്ക് ഹോൾഡർ, 2 സ്റ്റേക്ക് ഹോൾഡേഴ്സ്, യുദ്ധം എന്ന് പറഞ്ഞ സാധനം 2 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. ഇന്ത്യ പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും. പക്ഷേ അല്ലെങ്കിൽ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ വന്നാൽ 2 രാജ്യങ്ങൾ പക്ഷെ ഓക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഇതല്ല, സപ്പോർട്ട് ചെയ്യല്ല, നേരിട്ട് പങ്കെടുക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഫോർമേഷൻ. ഒരു 3 പ്രോക്സികൾ, 4 രാജ്യങ്ങൾ. ലെബനൻ പാവങ്ങൾ യുദ്ധത്തിനൊന്നുമില്ല, എന്നാൽ അവരെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഹിസ്ബുള്ള ചെയ്യുന്നത്. അങ്ങനത്തെ വളരെ കോംപ്ലക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് തീരണമെങ്കിൽ ഇതിൽപ്പെട്ട ഏറ്റവും ചുരുങ്ങിയ പക്ഷേ അമേരിക്ക ഒരു നിലപാടെടുക്കണം, യുദ്ധം പാടില്ല എന്ന്. അമേരിക്ക ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ കുറേയധികം വ്യത്യാസം ഉണ്ടാവും. അതിന് ട്രംപിൻ്റെ മൈൻഡ് സെറ്റ് മാറണം.